50 ദിനങ്ങൾ ഒരമ്മയുടെ സാന്നിധ്യത്തിൽ കുറച്ച് മക്കൾ അടച്ചിട്ട ഒരു ഗൃഹത്തിനകത്തിരുന്ന് സ്നേഹത്തെക്കുറിച്ച് മാത്രം ധ്യാനിക്കുകയായിരുന്നു. എന്തും ഏറെക്കാലം നിങ്ങൾ ഏകാഗ്രമാകുമ്പോൾ അത് നിങ്ങളുടെ തന്നെ അംശത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു, നിങ്ങളുടെ തന്നെ സത്തയുടെ ഭാഗമായിട്ട് മാറുന്നു. അങ്ങനെ നന്നായിട്ട് ഒരുങ്ങിയ, ഇങ്ങനെ സ്നേഹം നന്നായിട്ട് വിതകൊണ്ട ഒരു ഹൃദയവയലിലേക്ക് ഇങ്ങനെ വലിയ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്തൊരു ദിവസത്തിൻ്റെ പേരാണ് പെന്തക്കോസ്ത. അവരുടെ ആ മുഴുവൻ ബോധത്തെയും മുഴുവൻ ആഭിമുഖ്യങ്ങളെയും സ്നേഹം കീഴ്പ്പെടുത്തിയൊരു ദിവസം. ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ വാക്ക് ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കേണ്ട പദമാണ്. എവിടെയൊക്കെ നമ്മൾ പുതിയ നിയമത്തിൽ ഈ പരിശുദ്ധാത്മാവെന്ന് വായിക്കുന്നു, അവിടെയൊക്കെ ആ പദം ഒന്ന് പതുക്കെ ഒന്ന് പെൻസിൽ കൊണ്ട് വെട്ടിയിട്ട് അതിന് മീതെ എങ്ങനെ എഴുതാവുന്നേ ഉള്ളൂ, ദ പവർ ഓഫ് ലവ്. ഈ പവർ ഓഫ് ലവിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് യേശു എപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത്. അവിടെ നമ്മൾ കുറ്റപ്പെടുന്നത് അതുകൊണ്ടാണ്. ചോദിക്കുന്നവയൊക്കെ നൽകപ്പെടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല? നമ്മുടെ ആ പ്രാർത്ഥനയുടെയൊക്കെ പട്ടികകൾ എത്ര ബാലിശമാണ്. എത്ര ചെറിയ കാര്യങ്ങൾ തട്ടിയാണ് ഇപ്പോഴും മുതിർന്നവർ ഇങ്ങനെ നിൽക്കുന്നത്, അപ്പുറത്തേക്ക് പോകുന്നില്ല. ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ വെച്ച് ഈ അനുദിന കൺസേണുകൾ, അനുദിന ആകുലതകളൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മുടെ ഇച്ഛാശക്തിയും നമ്മുടെ അധ്വാനവും മാത്രം മതിയെന്നും അതിന് മീതെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ അനുഗ്രഹിക്കേണ്ടെന്നുള്ള ബോധത്തിലേക്ക് പ്രവേശിക്കാതെ അവിടുന്ന് വെച്ച് നീട്ടുന്ന ആ സ്നേഹാനുഭൂതിയിലേക്ക് നടന്നു പോകാൻ നമുക്കാവില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല? എനിക്കൊന്ന് ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രാർത്ഥന വെറുതെ കണ്ണുപൂട്ടിയിരുന്ന് ഇങ്ങനെ സ്നേഹമേ വരണമെന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള സ്നേഹം. പണ്ടൊക്കെ നമ്മൾ പറയുന്ന കണക്ക് തന്നെ നമുക്ക് ചുറ്റിനുമായിട്ടിങ്ങനെ ഒഴുകുന്നുണ്ട്. ചുറ്റിനും പുഴ ഒഴുകുമ്പോഴും ഈ വയലിനും പുഴയ്ക്കുമിടയിലായിട്ട് 2 വിരലിൻ്റെ വലിപ്പമുള്ള വരമ്പുകൾ കെട്ടുന്ന മനുഷ്യരാണ് നമ്മൾ. വയൽ വിണ്ടുകീറുന്നു, ഇപ്പോൾ സമൃദ്ധമായ പുഴയുടെ ഒഴുക്കുണ്ട്. ഒരു കൈക്കോട്ട് കൊണ്ട് ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞെന്നാൽ ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. ഭൂമിയെ വലം ചുറ്റി സ്നേഹമുണ്ട്. അങ്ങനെയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ആരംഭിക്കുന്നത്. ആദിയിൽ ജലത്തിന് മീതെ ഇങ്ങനെ അവിടുത്തെ ആത്മാവ് സഞ്ചരിച്ച്, സ്നേഹം സഞ്ചരിച്ചെന്നുള്ള. താഴെ ഭൂമി ക്രമരഹിതവും രൂപഭംഗിയും ഇല്ലാത്തതുമായിരുന്നു. നമ്മുടെ ക്രമമില്ലാത്ത ഡിസോറിയൻ്റ് ആയിട്ടുള്ള ജീവിതത്തിന് മീതെ, നമ്മുടെ ഭംഗിയില്ലാത്ത കുലീനമല്ലാത്ത ജീവിതത്തിന് മീതെ ഇപ്പോഴും ആ കാറ്റ് വീശുന്നുണ്ട്. പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്: കാറ്റ് എൻ്റെ ശ്വാസമാവണമേ. റൂഹ എന്ന് പറഞ്ഞ വാക്കാണ് നമ്മൾ ഹോളി സ്പിരിറ്റിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. റൂഹ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കാറ്റെന്ന് തന്നെ. കാറ്റ് എല്ലാവരുടെയും മീതെ വീശുന്നുണ്ട്. വിശുദ്ധ നിക്കോദീമോസിൻ്റെ അടുത്ത് പറയുന്നത് കണക്ക് അത് എവിടെ നിന്ന് വരുന്ന എവിടേക്ക് പോകുന്ന നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്ന ചലനങ്ങൾ ഏത് ദിശയിൽ നിന്നാണ് വന്നതെന്നും ആരിൽ നിന്നാണ് വന്നതെന്നും എന്തിൽ നിന്നാണ് വന്നതെന്നും ഒക്കെ നിശ്ചയിക്കാൻ മാത്രം ധാരണയുള്ളവരല്ല നമ്മൾ. പക്ഷെ നിശ്ചയമായിട്ടും കാറ്റിൻ്റെ സാന്നിധ്യം അറിയുന്നുണ്ട്. ഒരു ചെറിയ കാറ്റ് വീശുന്നുണ്ട്. ഇങ്ങനെ ഒരു പുറത്തിരുന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കാറ്റുണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? വെറുതെ ഇലകളിലേക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ലൈഫിനകത്ത് ഒരു ഡൈനാമിസം ഉണ്ടെങ്കിൽ, ഒരു ചലനാത്മകത ഉണ്ടെങ്കിൽ, ഒരു മൊബിലിറ്റി ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ഒരു കാറ്റ് നിങ്ങൾക്ക് മീതെ വീശുന്നുണ്ട്. ആ കാറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് അവിടെ നമ്മളോട് ആവശ്യപ്പെടുക. ഇതിൻ്റെ കൗതുകരമായൊരു വിശേഷം ഇതാണ്. ഹോളി സ്പിരിറ്റുമായി ബന്ധപ്പെട്ട് യേശു പറയുന്നൊരു വാക്കുണ്ട്: അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കില്ല. കാരണം ഈ സ്നേഹം നിങ്ങളെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ, ഈ സമാധാനം നിങ്ങൾക്ക് പിടുത്തം കിട്ടുമ്പോൾ, ഈ സെർണിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും പിന്നെ ഒന്നും നമ്മൾ ചോദിക്കില്ല. മറ്റാവശ്യങ്ങളൊക്കെ അങ്ങനെ അപ്രസക്തമായിട്ട് മാറും. ട്രിവിയൽ അല്ലെങ്കിൽ വളരെ എന്ത് ചെയ്യുന്നുണ്ട്, അത്ര റെലവൻ്റ് അല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ചുരുങ്ങിപ്പോകുന്ന വിധത്തിൽ ഈ സ്നേഹം ഭൂമിയെ കീഴ്പ്പെടുത്തുന്നുള്ള ആ വിശ്വാസത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും ഒക്കെ പേരാണ് പെന്തക്കോസ്ത. യേശു എടുത്ത് പറയുന്നില്ലേ, ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതൊക്കെ ചേർക്കപ്പെടും. പലയിടങ്ങളിൽ പല ന്യൂയാൻസ് ഉണ്ട് ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞ വാക്കിന്. പക്ഷെ ഇവിടെ നമ്മുടെ ഒരു കോണ്ടസ്റ്റിൽ നമുക്കതിനെടുക്കാവുന്ന അർത്ഥം എന്താണ്? ഈ കിങ്ഡം ഓഫ് ലവ്. എവിടെ മനുഷ്യർ സ്നേഹത്തിൽ വസിക്കുന്നു അതിന് വിളിക്കാവുന്ന ഇടമാണ് ഈശ്വരൻ്റെ ഇടം. അതിന് വിളിക്കാവുന്ന ഇടമാണ് ഈശ്വരൻ്റെ ഗേഹം എന്നൊക്കെ പറയുന്ന ഒന്ന്, ഈശ്വരൻ്റെ വീട്. അപ്പോൾ ഒരു സ്നേഹഗൃഹത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴേക്കും
മറ്റുള്ളവയൊക്കെ അതിൻ്റെ കൂടെ ചേർക്കപ്പെടുകയാണ് ചെയ്യുക. അതതിനകത്ത് സ്വാഭാവികമായിട്ട് സംഭവിച്ചോളും. കഴിഞ്ഞ ദിവസം അധ്യാപകരുടെ ഒരു ഓറിയൻറ്റേഷൻ കോഴ്സിന് ചെല്ലുമ്പോഴേക്കും ഇടയ്ക്ക് വെച്ച് നമുക്ക് ലഭിച്ചൊരു സൂചന ഇതാണ്, ടീച്ചിങ്ങിനെക്കുറിച്ച് അതിൻ്റെ ആ ഒരു പെഡഗോജി, അതിൻ്റെ ഒരു ബോധന രീതിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ കൂടി ഈ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തുക. സ്വാഭാവികമായിട്ട് അതിന് വഴങ്ങേണ്ടതാണ്. പക്ഷെ അപ്പം തോന്നിയൊരു കാര്യം ഇതാണ്, ഒരു സെക്കൻഡറി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തലത്തിൽ നിൽക്കുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രൈമറി എന്ന് പറയുന്നൊരു അനുഭവം, അതിൻ്റെ ഒരു പ്രാഥമികം എന്ന് പറഞ്ഞൊരു അനുഭവം ഒരു സ്നേഹം ഉണ്ടാകുന്നുള്ള. ടീച്ചിങ് സ്കില്ലെന്ന് പറയുന്നത് അത് കുട്ടികൾ വ്യത്യസ്തരാകുന്നത് കൊണ്ടും അധ്യാപകൻ അതിനേക്കാൾ വ്യത്യസ്തനായതുകൊണ്ടും അയാൾക്കിണങ്ങിയ മട്ടിൽ ചില കാര്യങ്ങളിൽ തളർപ്പുകളും പഠിപ്പുകളും ഒക്കെ ഉണ്ടാകും. അതിന് കാലാകാലങ്ങളായിട്ട് നിശ്ചയിക്കപ്പെട്ട ഒരു പാറ്റേൺ വേണമെന്നില്ല. സത്യം പറഞ്ഞാൽ അത്തരം പാറ്റേണുകൾ നമ്മുടെ വിദ്യാഭ്യാസം ഒരു കണ്ടക്ടർ ടൂർ മാത്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. പലരും പറയാറുണ്ട് ഈ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ കണ്ടക്ടർ ടൂർ മാത്രമാണ്. അങ്ങനെ കൃത്യമായിട്ട് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചോദ്യങ്ങൾ പോലും ഇല്ലാതെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. ആദ്യം ധൈര്യമുണ്ടാവേണ്ടത് ഈ കുട്ടികളോട് സ്നേഹമുണ്ടോ ഇല്ല എന്നുള്ള. ബാക്കിയുള്ളവർക്ക് അതിനകത്ത് ചേർക്കപ്പെടും. ഒരു വീടിനകത്ത് കല്യാണം കഴിച്ചു വരുന്നൊരു പെൺകുട്ടി എടുക്കുക. സ്വാഭാവികമായിട്ട് അവളുടെ വീടിനകത്ത് കാര്യങ്ങൾ കടന്നിട്ട പറ്റില്ല. അടുത്ത കാലം വരെ അവൾ പഠിക്കുകയും റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്യുകയായിരുന്നു. അവളൊരു കാര്യമോ പാകപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു ഹോം മേക്കിങ്ങൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കകത്തൊന്നും ഒരു അപ്ഡേഷനുള്ള ഒരാളല്ല. അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലോ ഒന്നും ആയിരുന്നില്ല അവളുടെ ഒരു തൊട്ടുമ്പത്തുള്ള കാലം. എന്നിട്ട് ഈ ഒരു വീടിനകത്ത് വരുമ്പോൾ പതുക്കെ അവൾ എങ്ങനെയാണ് വളരെ ഭംഗിയുള്ളൊരു അമ്മയായിട്ടും മെൻറ്ററായിട്ടും ഒക്കെ മാറുന്നത് എങ്ങനെയാണ്. അത് ഈ സ്നേഹരാജ്യത്തിൽ ഫോളോ ചെയ്യുന്ന ചില ധാരണകളാണ്. ആദ്യം ആ സ്നേഹരാജ്യം തിരയുക എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ അതിന് ചേർക്കപ്പെടും. സുവിശേഷം അവസാനിക്കുമ്പോഴേക്കും പീറ്ററിനോടൊക്കെ പറയുന്നത് എന്താണ്, ഒരു സഭയുടെയൊക്കെ ഒരു ആനിമേഷൻ്റെ റെസ്പോൺസിബിലിറ്റി ഈ ആൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭൗതികമായ നടത്തിപ്പുകളെക്കുറിച്ചുള്ള ഒരു വിശദീകരണങ്ങളുമില്ല. ഇന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് എങ്ങും പറയുന്നില്ല. വളരെ സൈലൻ്റാണ്. അകപ്പാടെ പറയുന്നത് ഈ ആടുകളെ മേയ്ക്കുക എന്നുള്ളതാണ്. ആടുകളെ മേയ്ക്കുക എന്നുള്ളത് ഈ സബ്റ്റുത ഈ പറഞ്ഞ ഇടേൻ്റെ ഡിസൈൻമെൻറ്റ് നിരക്കുന്ന അയാളുടെ ഒരു സ്പോണ്ടേനിറ്റിക്ക് നിരക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതിനുവേണ്ടി ഇന്നോളം ഒരു ചട്ടമോ നിയമമോ എങ്ങും എഴുതപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്, അയാൾ സ്നേഹമുണ്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ മൂന്നാവർത്തിയാണ് യേശു ചോദിക്കുന്നത്, നീ സ്നേഹിക്കുന്നുണ്ടോ, നീ സ്നേഹിക്കുന്നുണ്ടോ, നീ സ്നേഹിക്കുന്നുണ്ടോ. നമ്മുടെ സെമിനാരികളിലൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടായി എനിക്ക് പലപ്പോഴും തോന്നുന്നത് അങ്ങനെയാണ്. അത് പലപ്പോഴും ഇങ്ങനെ അക്കാഡമിക് എക്സലൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിരീക്ഷണങ്ങളിലാണ് കുട്ടികളുടെ ഭാവിയൊക്കെ നിശ്ചയിക്കപ്പെടുന്നത്. അവർ ഇന്ന കാര്യങ്ങൾക്കകത്ത് ഇങ്ങനെ പ്രസൻറ്റബിളാണോ, അവർക്ക് ഇന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടോ. പക്ഷെ അതിനകത്ത് അത്രയും ധാരണയൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ സെമിനാരിയിൽ നിന്ന് പുറത്ത് പോകണമെന്ന ഘട്ടത്തിൽ വന്ന ഒരു മനുഷ്യനുണ്ട്, മേരി ജോൺ വിയാനി. ആ വിയാനിയാണ് ഈ മുഴുവൻ വൈദികരുടെയും മധ്യസ്ഥ എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. അപ്പം അയാളുടെ മൂലധനം എന്താണ്? അയാളുടെ മൂലധനം ആകപ്പാട് മനുഷ്യരോടുള്ള സ്നേഹം. അതുകൊണ്ടാണ് മറ്റ് പല വൈദികരും വരാനായിട്ട് വിസമ്മതിച്ച ആർസ് എന്ന് പറയുന്ന അടഞ്ഞു തുടങ്ങിയ ഇരുണ്ടു തുടങ്ങിയ ഒരു ദേവാലയത്തിലേക്ക് ഇയാൾ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഏറ്റവും ബേസിക്കായൊരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ ഏർപ്പെടുന്ന മേഖലയിലോടും നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരോടും നിങ്ങളിലുണ്ടാകുന്നൊരു സ്നേഹം. ബാക്കിയുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ചുള്ളൂ. ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ചുരുക്കത്തിൽ പതുക്കെ നമുക്ക് എത്താവുന്ന ഒരു തീരുമാനമുണ്ട്. കുറഞ്ഞ പക്ഷം ഈ പെന്തക്കോസ്തയിലെങ്കിലും എടുക്കാവുന്നൊരു തീരുമാനമുണ്ട്. ഇങ്ങനെ അനുദിന ആകുലതകളും അനുദിന ആങ്സൈറ്റി, നമ്മുടെ പ്രതിദിന ചര്യകളോ അലച്ചിലുകളോ ഒക്കെ നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ പട്ടികയിൽ നിന്ന് പതുക്കെ ഇങ്ങനെ ഡിലീറ്റഡ് ആവുക എന്ന് പറഞ്ഞൊരു പ്രക്രിയ നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഏറ്റവും കാതലായ ഒന്നിലേക്ക്, ഏറ്റവും ഇങ്ങനെ പ്രധാനപ്പെട്ടെന്ന് കരുതുന്ന ഒന്നിലേക്ക് പതുക്കെ ഒന്ന് ഹൃദയത്തെയും ബുദ്ധിയുമൊക്കെ ഏകാഗ്രമാക്കിയാൽ കൊള്ളാം. അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, ഇങ്ങനെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. സ്നേഹം താനേ സംഭവിക്കുന്നില്ല. മനുഷ്യൻ്റെ ഈ ബോധത്തിൽ അത്രയും സ്നേഹമില്ലെന്നാണ് പറയുന്നത്. കാരണം മനുഷ്യൻ്റെ പശ്ചാത്തലത്തിൽ എപ്പോഴൊക്കെ ഇങ്ങനെ വലിയ സ്ട്രഗിളിൻ്റെ കഥയുണ്ട്. അത് ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഒരു കാട് മനുഷ്യൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. സൃഷ്ടി കഥയിലാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിലൊരു കാടുണ്ട്. നമുക്കറിയാം ഇങ്ങനെ ആദ്യത്തെ സിബ്ലിങ്സ് തന്നെ പരസ്പരം പോരാടിയാണ് മുമ്പോട്ട് വന്നത്.
ഇപ്പോഴും രണ്ട് സഹോദരന്മാർക്കിടയിൽ ഒരു തർക്കം ഉണ്ടാകും, നമ്മളതിനെ വിളിക്കുന്ന വാക്ക് ഇങ്ങനെ കായൻ രോഗം എന്നാണ് പറയുന്നത്. സിബ്ലിംഗ് റൈവൽ, കായൻ റൈവൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീനകത്ത്, നമ്മുടെ പാരമ്പര്യത്തിനകത്ത് ഈ പറഞ്ഞ കാടിൻ്റെ പശ്ചാത്തലമുണ്ട്. ഇനി അതിനകത്തുനിന്നൊക്കെ മാറി നിങ്ങളൊരു പരിണാമത്തിലാണ് വിശ്വസിക്കുമെങ്കിൽ പോലും അവിടെയൊക്കെ ഈ പറയുന്നത് ഈ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടല്ലോ, മനുഷ്യൻ്റെ ഹിംസാത്മകത. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൽ അത്ര അഗാധമായിട്ട് പതിഞ്ഞ ഒരു ജനകത്തിൻ്റെ പേരൊന്നും വല്ല സ്നേഹമെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞ സർവൈവൽ എന്ന് പറഞ്ഞ സംഭവം, നിലനിൽപ്പെന്ന് പറഞ്ഞ ഒന്നാണ്. അതിൻ്റെ നിലനിൽപ്പിന് കാര്യമായ പരിക്കില്ലാത്തപ്പോൾ മാത്രമാണ് പലപ്പോഴും കുറേ കൂടി സ്നേഹപൂർവ്വമായിട്ടൊക്കെ നമ്മൾ മനുഷ്യരോട് ഇടപെടുകയും കുറേ കൂടി നല്ലതായിട്ട് ബിഹേവ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ സ്നേഹം വെറുതെ ഒരു ഗിഫ്റ്റിൻ്റെ പേരാണ്. സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാതെ വേറെ മാനമില്ല. കാരണം നമ്മുടെ ജനിതകത്തിനകത്ത് അതിൻ്റെ അടരുകൾ വളരെ കുറവാണ്. ഒരു തുറന്ന പാത്രം കണക്ക് ഇങ്ങനെ അവിടുത്തെ മഴ കാത്തിരിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും കരണീയമല്ല. അതുകൊണ്ടാണ് ഈ 50 ദിവസം ഇവരോട് ഇങ്ങനെ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അതൊരു കൊച്ചു കാലമല്ല. ജോലിക്ക് പോകേണ്ട, മറ്റ് പല കാര്യങ്ങളിലും ഏർപ്പെടേണ്ട, പലയിടത്തും അലയേണ്ടി വരുന്ന, പല ഉത്തരവാദിത്തങ്ങളും എടുക്കേണ്ട വളരെ പ്രഷ്യസായ 50 ദിവസം ഈ മനുഷ്യൻ ഇങ്ങനെ കണ്ണും പൂട്ടി സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ മീതെ ഒരു കാറ്റ് വീശി. ഈ ഒരു വാക്ക് യേശു ഉപയോഗിക്കുന്ന വാക്ക് തന്നെ, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അത് എവിടെ നിന്ന് വരുന്ന എവിടേക്ക് പോകുന്ന അറിഞ്ഞുകൂടാ. രാത്രിയിൽ തന്നെ കാണാൻ വന്ന അതിഥിയോട് യേശു പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണിത്. നിക്കോദേമോസ് എന്ന അയാളുടെ പേര് നമുക്കറിയാം. ഈ കാറ്റെന്ന് പറയുന്നതാണ് നമ്മളെ ചലിപ്പിക്കുന്നത്. ജീവിതത്തിന് എപ്പോഴും ഉള്ളൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ജീവിതം ഇങ്ങനെ വഴിമുട്ടി നിൽക്കാവുന്ന ഒരു സംഭവമുണ്ട്. സ്റ്റക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒരു പദം കണക്കിന്ന് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, സ്റ്റക്കവ് എന്ന് പറഞ്ഞ വാക്കുണ്ട്. അതിൻ്റെ ഒരു ശൈലിക്ക് വേറെ ചില അർത്ഥങ്ങൾ കൂടി ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറയുന്നൊരു കോണ്ടെക്സ്റ്റിൽ ആ സ്റ്റക്കവ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ മൈതാനത്തിലെ കാലുകൾ എന്ത് ചെയ്യും? അതിങ്ങനെ പുല്ലൊക്കെ മെഞ്ഞ് നടക്കുക. നനച്ച് ഇരിക്കാതെ വന്ന ഈ ഒരു മഴയത്ത് അതിനറിയാം, അതിനൊരു സാമാന്യ ബോധമുണ്ട്, എത്ര പിന്തിരിഞ്ഞോടിയാലും ഇങ്ങനെ എഴുത്തിലേക്ക് എത്തില്ല. അപ്പം അങ്ങനെ ഒരു അഭയസ്ഥലി ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ഇങ്ങനെ ഈ പറയുന്ന കന്നുകാലികൾ, ഈ പശുവൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വെറുതെ മഴയത്തോട്ട് നോക്കി ഇങ്ങനെ ഒരു നിൽക്കുന്നതാണ് പറയുന്നത്. സ്റ്റക്കവെന്നാണ് പറയുന്നത്. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് അത്തരം ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാത്ത അധികം മനുഷ്യരില്ല. വാട്ട് ഈസ് എഹഡ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരു പ്രോഗ്രാമും ഇല്ല. അങ്ങനെ സ്റ്റക്കാവുകയാണ്. അപ്പോൾ ഈ എവിടെയൊക്കെ വെച്ച് മനുഷ്യർ സ്റ്റക്കാവുന്നോ അവിടെയൊക്കെ വാസ്തവത്തിൽ ഇതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന അരൂപി എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ അരൂപിയാണ്. ഇങ്ങനെ കാറ്റ് വീശിയ, കാറ്റെന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഈ ചലിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ദൈവത്തെ ഈ സെൻ്റ് അഗസ്റ്റിനൊക്കെ വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ്. ദ അൺമൂഡ് മൂവർ എന്നാണ് പറയുന്നത്. ഇങ്ങനെ സ്വയം ചലിക്കാതെ എല്ലാത്തിനെയും ചലിപ്പിക്കുന്ന ആളുടെ പേരാണ് ദൈവം. ഒരു പക്ഷേ ഈ ദൈവത്തെ ഇതിനേക്കാൾ ക്ലാസിക്കായിട്ടൊരു വേർഷൻ വേറെയില്ല. കാരണം അതിങ്ങനെ ഒരു നിശ്ചലമായ ഒരു അനുഭൂതിയുടെ പേരാണ് ദൈവം എന്ന് പറയുന്നത്. കൂട്ടാനോ കുറക്കാനോ പറ്റാത്ത, ഭൂതഭാവി വർത്തമാനങ്ങളില്ലാത്ത ഒന്നിൻ്റെ പേരാണല്ലോ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ അത് അൺമൂഡാണ്. ആ അൺമൂഡായ ഒരാളാണ് നമ്മളുടെ ഇങ്ങനെ ഓരോ ചലനങ്ങൾക്കും പിന്നിലെന്നുള്ള ഒരു ധ്യാനത്തിൻ്റെയൊക്കെ പേരിലാണ് അങ്ങനെ ഒരു വിശദീകരണം വരുന്ന ഗോഡ് ദി അൺമൂഡ് മൂവർ. അപ്പോൾ ഈ അൺമൂഡ് മൂവറിൽ നിന്ന് വരുന്ന കാറ്റ് അതിങ്ങനെ ഇവരുടെ ജീവിതത്തിൻ്റെ ചലനാത്മകതയെ വീണ്ടെടുക്കുന്നു. നമുക്കറിയാം, ഭയത്തിൽപ്പെട്ടു പോയ മനുഷ്യൻ, പുറത്ത് കിടക്കാനുള്ള ധൈര്യമില്ല. യേശു കടന്നു പോയിട്ട് ഒരു കഷ്ടിച്ച് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ. യേശുവിന് വേണ്ടി കരുതി വെച്ചിരുന്ന ഫെയ്റ്റ് തങ്ങളുടെ തന്നെ വിധിയായിട്ട് മാറുമെന്നുള്ള പേടിയിൽ ഇവരിങ്ങനെ ഒളിച്ചും പാർത്തുമൊക്കെ ജീവിക്കുക. അവിടേക്കാണ് ഈ കാറ്റ് വരുന്നത്. ആ കാറ്റാണ് ഇവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആ കാറ്റാണ് ഇവരെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. പായ്മരത്തിന് കാറ്റ് പിടിക്കുന്ന കണക്കാണ്. അതതിൻ്റെ ഇച്ഛ അനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോ ദേശങ്ങളിലേക്കും പോയി. ഞാൻ അപ്പോസ്തലന്മാരെ കുറിച്ചൊക്കെ എപ്പോഴും വിചാരിക്കുന്ന അങ്ങനെയാണ്. ഈ കാറ്റ് പിടിച്ച പായ്മരങ്ങളായിരുന്നു അവർ. ഒരു കൈവശം ഒരു നയമ്പോ തുഴയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വഞ്ചി ഏതെങ്കിലും തരത്തിലൊക്കെ നിയന്ത്രിച്ചേ പറ്റൂ. നിങ്ങൾക്ക് ഇച്ഛയുള്ള ഇടങ്ങളിലേക്ക് തന്നെ തുഴഞ്ഞു പോയേ പറ്റൂ. പക്ഷെ അവരൊരിക്കലും തങ്ങളെ നയമ്പ് കയ്യിലെടുത്തിട്ടില്ല, തങ്ങളുടെ തുഴ കയ്യിലെടുത്തിട്ടില്ല. അതവർ വലിച്ച് എവിടേക്കോ ആ പുഴയിലേക്ക് തന്നെ ഇട്ടുകൊടുത്തെന്ന് വിചാരിക്കുക. ആ നിമിഷം തൊട്ട് ഈ പറഞ്ഞ കാറ്റ് ഇവരുടെ ജീവിതത്തിൻ്റെ പായ്ക്കപ്പലിൽ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി. അവിടം തൊട്ട് ആരംഭിക്കുന്നു ആ ക്രിസ്തീയ ധർമ്മത്തിൻ്റെ ഏറ്റവും ആത്മാവുമായ സഞ്ചാര ജീവിതം. പോകുന്നിടത്തൊക്കെ അവർ പറഞ്ഞത് ഈ സ്നേഹത്തെക്കുറിച്ചാണ്. ഒരു ഭയങ്കര മെറ്റഫറുകളുള്ള ഒരു ഉത്സവ ദിനത്തിൻ്റെ പേരാണ് ഈ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത്.
കാറ്റ് വീശി ഉടനെ തന്നെ നമ്മൾ വായിച്ച് കേൾക്കുന്നു ഇങ്ങനെ അഗ്നിനാളങ്ങൾ എഴുതുമെന്നാണ് പറയുന്നത്. എൻ്റെ ഒരു മെഡിറ്റേഷനിലൊക്കെ ഞാൻ പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഈ അഗ്നിനാളങ്ങൾ പുറത്തുനിന്നല്ല വരുന്നത്. ഈ അഗ്നിനാളം എന്ന് പറയുന്നത് ഉള്ളിക്കിടപ്പുണ്ട്. പക്ഷെ കാര്യമായിട്ടൊരു പരിഗണനയോ ശ്രദ്ധയോ കൊടുക്കാത്തത് കൊണ്ട് അതിൻ്റെ കനലിങ്ങനെ മൂടിക്കിടക്കുക. കുറേ കാലമായിട്ട് ഉപയോഗിക്കാത്ത ഒരു അടുപ്പ് പാതകം കണക്കാണ്. അതിൻ്റെ ഒരു വശത്തൊരു പൂച്ച പോലും ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടാകും. പക്ഷേ ഒരു കുഴലെടുത്തിട്ട് നിങ്ങൾ ഊതുമ്പോഴേക്കും പതുക്കെ പതുക്കെ അതിനകത്തുനിന്നൊരു സ്പാർക്ക് വരുന്ന കണക്ക് കുറേ കാലമായിട്ട് മയക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ദൈവബോധം, ആ ഒരു സാന്നിധ്യം എന്നൊക്കെ പറയുന്നത് പതുക്കെ പതുക്കെ ചൂട് പിടിക്കുക. അതിനകത്തുനിന്നൊരു തീനാളം എഴുന്ന അവർ ശിരസിലേക്ക് എത്തിയെന്നൊക്കെ വിചാരിച്ച് കഴിയുന്നാൽ, കുറച്ച് പോയറ്റിക്കായിട്ട് ഈ കാര്യത്തെ കണ്ടു കഴിയുന്നാൽ ഭയങ്കര അഴകുള്ള ഒരു ദിവസത്തിൻ്റെ പേരാണ് ഈ പെന്തക്കോസ്ത എന്ന് പറയുന്നത്. ശിരസിൽ ആ തീനാളമുള്ള മനുഷ്യർ, ചലിക്കുന്ന മനുഷ്യർ, വരുംകാലത്തെക്കുറിച്ചും നമ്മുടെ തന്നെ ഭാവിയെക്കുറിച്ചുമുള്ള നമ്മുടെ ഏറ്റവും നല്ല മെറ്റഫറുകളൊന്നായിട്ട് ഇത് പരിഗണിക്കപ്പെടും. ഇങ്ങനെ ചലിക്കുന്ന കത്തുപിടിച്ച മനുഷ്യർ. ഞാൻ ചിലപ്പോഴിങ്ങനെ ഓർക്കാറുണ്ട്, എങ്ങനെയാണ് ഈ ക്രിസ്ത്യാനിറ്റിക്കകത്ത് പെട്ടെന്ന് മെഴുകുതിരി വന്നെന്നുള്ളത്. കാരണം ഓരോ സംസ്കാരങ്ങൾക്കും അതിൻ്റേതായ രീതിയിൽ ദീപത്തെയോ പ്രകാശത്തെയോ ഒക്കെ വണങ്ങുന്ന അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കേണ്ട ബാധ്യതയുണ്ട്. അങ്ങനെ ഓരോ ഇടങ്ങളിലും ഓരോന്നാണ്. ക്രിസ്ത്യാനിറ്റി ആയിട്ട് പതുക്കെ അച്ചാറ്റായിട്ട് നിൽക്കുന്നത് ഈ മെഴുതിരി എന്നൊരു സങ്കല്പമാണ്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വായിച്ചെടുക്കുമ്പോൾ വളരെ കൗതുകരമായൊരു കാര്യം എൻ്റെ ശ്രദ്ധയപ്പെട്ടു. അപ്പോസ്തലന്മാർ നിന്ന് കത്തിയതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ തിരുനാളങ്ങൾ എന്നാണ് പറയുക. എൻ്റെ അർത്ഥം, നിങ്ങളും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനെ കത്തി തീരുന്ന ഓരോ തിരുനാളും ഓരോ അപ്പോസ്തലൻ്റെ ഓർമ്മയാണ്. ഈ സ്വയം ഇങ്ങനെ ഉരുകിത്തീരുന്ന എല്ലാ മനുഷ്യരിലും ഇത് കണക്കുള്ള ചില സാന്നിധ്യമൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് മനുഷ്യരെയും നമസ്കരിക്കാനൊക്കെ പറ്റുമെന്നുള്ള സന്തോഷമുണ്ട്. എന്തൊക്കെയാണ് ആ പെന്തക്കോസ്ത ദിവസം നടന്നെന്നുള്ളത് കൂടി വളരെ വേഗത്തിൽ ഒന്ന് ഓർത്തെടുത്ത് നമുക്ക് ആ ചൈതന്യത്തെ നമസ്കരിച്ച് അവസാനിപ്പിക്കാമെന്നാണ് കരുതുക. ഒന്ന്, ആൾക്കൂട്ടി ഇവർ വിചാരിക്കുന്നത് മദ്യപിച്ച മനുഷ്യനാണ്. ലോകചരിത്രത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ധർമ്മത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ പ്രഭാഷണം ആരംഭിക്കുന്നത് ആ ഒരു പരിഹാസത്തിന് ഉത്തരം കൊടുത്തുകൊണ്ടാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സംഭാഷണങ്ങൾ, ഏറ്റവും കൂടുതൽ പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും നടന്നതുമൊക്കെ ഈ ക്രിസ്തീയ ധർമ്മത്തിലാണ്. അതതിൻ്റെ നല്ല വശമാണോ ചീത്ത വശമാണോ എന്ന് അറിഞ്ഞുകൂടാ. അതിന് കോംപ്ലിമെൻ്റ് ചെയ്യേണ്ട വശമാണോ അതിന് ഡെറിഗേറ്റീവായൊരു വശമാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഏറ്റവും കൂടുതൽ മനുഷ്യർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ധർമ്മത്തിലാണ്. അത്തരം ആ സംഭാഷണങ്ങളിൽ ആദ്യത്തെ സംഭാഷണം എന്ന് പറയുന്നത് പീറ്ററിൻ്റെ സംഭാഷണമാണ്. അത് വാസ്തവത്തിൽ ഇത്തരം സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാ മനുഷ്യരെയും കുറേ കൂടി ശ്രദ്ധയോടുകൂടിയും ഏകാഗ്രമായിട്ട് ഈ കാര്യം ചെയ്യാനുള്ള പ്രേരണ കൂടിയാണ്. കാരണം അതൊരു അപ്പസ്തോലിക്കെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ ആരംഭമാണ്. എന്നിട്ടോ പീറ്റർ ഒരു കൊച്ചുവർത്താനം പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ജെറുസലേമിൽ വന്നിരിക്കുന്ന സകല ദേശങ്ങളിലുള്ള മനുഷ്യരെ, നിങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾ മദ്യപിച്ചെന്ന്, ഞങ്ങൾ മദ്യപിച്ചിട്ടില്ല. അടുത്തത് ഒരു കുഞ്ഞു ഫലിതമാണ്. എന്താണത്? ഇത്രയും വെളുപ്പിന് എങ്ങനെയാണ് മദ്യപിക്കാൻ പറ്റുക? അതിനർത്ഥം ഇത്രയും വെളുപ്പിനെയൊക്കെ തുറന്നു കിടക്കുന്ന ബാർ എവിടെയാണെന്ന് ചോദിക്കുക. ഇങ്ങനെ ഒരു കുസൃതിയിൽ ആരംഭിച്ചിട്ട് ഈ മനുഷ്യൻ തന്നെ പ്രഭാഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? മദ്യപിക്കാതെ മദ്യപിച്ചവരെ കണക്കും അവരെക്കാൾ ഭംഗിയായിട്ടും ലഹരി പിടിച്ചവരായിട്ട് ജീവിക്കാനുള്ള ഒരു രഹസ്യം പറഞ്ഞു തരാം. അതിൻ്റെ ഒരു മിസ്റ്ററിയുടെ താക്കോൽ ഞങ്ങളുടെ കൈവശമുണ്ട്. മദ്യപിക്കാതെ മനുഷ്യൻ ലഹരി കിട്ടാനായിട്ട് കുറേ അധികം മാർഗ്ഗങ്ങളുണ്ടാവാം. പക്ഷെ അതിൻ്റെ ഒരു പട്ടികയിൽ ഏറ്റവും ആദ്യത്തെ കാര്യം ഇത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ ഉപാധിയില്ലാത്ത സ്നേഹം നിങ്ങളെ പൊതിയുന്നു എന്നുള്ള ഒരു ധൈര്യം. യു ആർ അൺകണ്ടീഷണലി ലൗഡ്, യു ആർ പാഷനേറ്റ്ലി ലൗഡ്. ഈ ബോധം എൻ്റെ പ്രജ്ഞയിലോട്ട് വരുന്ന ആ ദിവസം തൊട്ട് ഇങ്ങനെ എൻ്റെ ജീവിതം ഇങ്ങനെ മദ്യപിച്ച ഒരാളെക്കാൾ ഇങ്ങനെ ലഹരിയുള്ളൊരു ജീവിതം. ഇപ്പോൾ മനുഷ്യനെ പുതിയ ലഹരിയിലേക്ക് നയിക്കുന്ന ഒരു ബോധം ആരംഭിക്കാൻ പോവുകയാണ്. ആ ബോധത്തിൻ്റെ പേരാണ് യു ആർ സോ പാഷനേറ്റ്ലി ലൗഡ്. രണ്ടാമതൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ഭാഷകൾ എല്ലാവർക്കും പിടുത്തം കിട്ടിയ വീടിൻ്റെയും ദേശത്തിൻ്റെയും ലോകത്തിൻ്റെയും ഒക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ ഭാഷകൾ ചിത്രപ്പെടുകയാണ്. പഴയ നിയമത്തിൽ എങ്ങനെയാണ് ഭാഷകൾ ചിത്രപ്പെട്ട നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ നഗരം കെട്ടാൻ പോവുകയാണ്, വലിയൊരു സ്തൂപം പണിയാൻ പോവുകയാണ്. ആ സ്തൂപം പണിയുന്നതിനിടയിൽ വെച്ചിട്ട് ഈ പണിയിലേർപ്പെട്ട മനുഷ്യരുടെ ഭാഷകൾ നമ്മൾ ചിത്രപ്പെടുകയാണ്. ചാന്ത് തേക്കുന്നതിൻ്റെ ഭാഷ മണൽ അരിക്കുന്നതിന് മനസ്സിലാവുന്നില്ല, വെള്ളം കോരുന്നതിൻ്റെ ഭാഷ ഇഷ്ടിക മിനുക്കുന്നതിന് മനസ്സിലാവുന്നില്ല. വൈകാതെ ആ ഒരിടം വലിയ കേവോസിൻ്റെ സ്ഥലമായിട്ട് മാറി നമ്മൾ വായിച്ച് കേൾക്കുക. ആരും തമ്മിൽ പറയുന്നത് പിടുത്തം കിട്ടുന്നത്. പക്ഷേ ഓർക്കുമ്പോൾ പേടി വരുന്നൊരു സങ്കല്പമാണ് ഇത്. ഒരേ മനസ്സോടുകൂടി ചില നിർമ്മാണങ്ങളിൽ ആരംഭിക്കുകയും അതിനൊരു ഘട്ടത്തിൽ വെച്ചിട്ട് മനുഷ്യരുടെ ഒരേ ഭാഷകൾ ചിത്രപ്പെടുകയാണ്. ഇതാ പുതിയ കാലം ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നു. ചിലപ്പോൾ ഇത്തിരി ദേഷ്യപ്പെടുന്നു, ചിലർ കർക്കശമായിട്ട് ഇടപെടുന്നു, ചിലർ ഒരു പുഞ്ചിരിയും കാട്ടുന്നില്ല. പക്ഷേ
ഈ പുതിയ ഭാഷയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാവരും പറയാൻ ശ്രമിക്കുന്നത് ഒരേ ഭാഷ തന്നെയാണ്, സ്നേഹഭാഷ. സ്വന്തം ഭാഷയുടെ പേരിൽ തലകുനിയേണ്ടി വന്ന ഒരു മനുഷ്യനായിട്ടാണ് പലപ്പോഴും നമ്മൾ ശമയോനെ പരിഗണിക്കുന്നത്. ശമയോൻ ആ രാത്രിയിൽ തള്ളിപ്പറയുന്നത് പോലും അയാൾ അതിനെ പ്രേരിപ്പിച്ചൊരു ഘടകമുണ്ടെന്നാണ് പറയുക. കാരണം ഈ മനുഷ്യനോട് അയാൾ പട്ടണത്തിൽ നിൽക്കുകയാണ്, ഇയാൾ വരുന്ന കടപ്പുറത്തുനിന്നാണ്, ഗലീല എന്ന് പറയുന്ന ആ വിളിമ്പിൽ നിന്നാണ് വരുന്നത്. നഗരത്തിൽ വെച്ചിട്ട് ഇയാളുടെ വേഷം കൊണ്ട് ഇയാളെ പെട്ടെന്ന് ട്രേസ് ചെയ്യാൻ പറ്റും, കാരണം ഇതൊരു ഗ്രാമീണൻ്റെ വേഷമാണ്. ഒന്നുകൂടി ഇങ്ങനെ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവർ ചോദിക്കുന്നുണ്ട്, നീ ഗലീൽ എന്നുള്ളതല്ലേ? അപ്പോൾ അല്ല എന്ന് ഈ മനുഷ്യൻ പറയുന്നത് ഒരുപക്ഷെ ഈ വിളിമ്പിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു ഭാഷയുടെ ഒരു സ്ലാങ്ങോട് കൂടിയാണ്. ചുരുക്കത്തിൽ അല്ല എന്ന് പറയുന്ന കാര്യം കൊണ്ട് അതാണെന്ന് ആവർത്തിക്കപ്പെടുക. മൂന്നാവശ്യം അല്ലെന്ന് പറയുമ്പോഴും മൂന്നാവശ്യം ആണാണെന്ന് തന്നെയാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്വന്തം ഭാഷയുടെ പേരിൽ ഇങ്ങനെ അപമാനിക്കുകയോ കുരുക്കപ്പെട്ട ഒരു സാധാരണ മനുഷ്യൻ തനിക്കറിയാവുന്നൊരു ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ഭാഷ്യമനുസരിച്ചിട്ട് ലോകത്തന്നോളം ഉണ്ടായിരുന്ന എല്ലാ ദേശങ്ങളിലുള്ള മനുഷ്യർ അന്ന് ജെറുസലേമിലുണ്ടായിരുന്നു. കാരണം അവരുടെ പ്രധാനപ്പെട്ട തിരുനാളുമായിട്ട് വന്നാണ്. നമുക്കറിയാം ജൂസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഭൂമിയുടെ എല്ലാ വശങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ ദേശത്ത് പോലും അവരുടെ സാന്നിധ്യമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ പല ഭാഷകൾ പറയുന്ന മനുഷ്യർ ഒരു വല്ലാത്തൊരു സന്തോഷത്തിൽ ഇങ്ങനെ ഏറ്റുപറഞ്ഞു, ഇയാൾ പറയുന്നു, ഇയാൾ സംസാരിക്കുന്ന അയാളുടെ സ്വന്തം ഭാഷയിൽ, നാട്ടുഭാഷയിലാണ്, എന്നിട്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഭാഷയിൽ പിടുത്തം കിട്ടുക? ഇതാണ് പെന്തക്കോസ്ത. എല്ലാ ഭാഷകളും നമുക്ക് ഹൃദയപൂർവ്വം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാലം വരും. കണ്ട വിചാരങ്ങളൊന്ന് ക്രോഡീകരിക്കുകയാണ്. 50 ദിവസം സ്നേഹകേന്ദ്രീകൃതമായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത മനുഷ്യരുടെ അടുക്കലേക്ക് സ്നേഹത്തിൻ്റെ ചൈതന്യം വന്ന് അവരെ കീഴ്പ്പെടുത്തിയ ദിനത്തിൻ്റെ പേരാണ് പെന്തക്കോസ്ത. നമ്മളെന്തുകൊണ്ട് ഈ ഹോളി സ്പിരിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല? പ്രാർത്ഥനയുടെ പട്ടികയിൽ നിന്ന് പതുക്കെ ഈ അനുദിന ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റ് പതുക്കെ ഒന്ന് വെട്ടിമാറ്റിയെന്നല്ല. ജീവിതം കുറേ കൂടി സ്നേഹത്തിനും സമാധാനത്തിനും സെറനിറ്റിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കൊണ്ട് മുഖരിതമാവട്ടെ. പിന്നെ നമ്മൾ പറഞ്ഞൊരു വിചാരം ഇത്രയേ ഉള്ളൂ, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കില്ല. കാരണം ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചോദ്യങ്ങളുടെ ആവശ്യമില്ല, ഉത്തരങ്ങൾ ആവശ്യമില്ല. വെറുതെ ഒരു തടാകത്തിനകത്ത് ഒരു ചിപ്പി കണക്കാണ്, ഒരേ പൂർണ്ണത, ഒരാവശ്യങ്ങളും വരുന്നില്ല. ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹാനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവയെല്ലാം ചേർക്കപ്പെടും. ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ആമുഖ വിചാരങ്ങൾ. പിന്നെ 2 പ്രതീകങ്ങളാണ്. ഒന്ന് കാറ്റെന്ന് പറഞ്ഞ പ്രതീകം, അത് ചലനത്തെ ഓർമ്മിപ്പിക്കുന്ന. 2 കനലെന്ന് പറയുന്നത് ജ്വലിപ്പിക്കുന്ന. അങ്ങനെ എന്നെ ചലിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും ചെയ്ത ആ ചൈതന്യം എൻ്റെ ഈ കുഞ്ഞു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒന്ന് ഈ പറഞ്ഞ കണക്ക്, ഈ പായ്മരം കണക്ക് അവിടുത്തെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എൻ്റെ സഞ്ചാരമുണ്ടാകും. മറ്റൊന്ന് ജീവിതത്തിലേക്ക് ഇങ്ങനെ പുതിയ ലഹരി വരും. മദ്യപിക്കാതെയും മനുഷ്യരിങ്ങനെ ലഹരിയിൽ ജീവിക്കാത്ത ഒരു സംഭവമുണ്ട്. കാരണം സാധാരണ ജീവിതത്തിൽ നിന്ന് ലഹരി ശേഖരിക്കാൻ പറ്റാതെ പോകുമ്പോഴാണ് പലപ്പോഴും ഇത്തരം ക്രമനിറ്റ ലഹരിയിലേക്ക് മനുഷ്യൻ ചാഞ്ഞു പോകുന്നതൊക്കെ ആർക്കാണ് അറിയാത്തത്. പിന്നെ ഒടുവിലായിട്ട് എല്ലാ ഭാഷകളും പിടുത്തം കിട്ടുന്നു. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷകൾ പിടുത്തം കിട്ടുന്ന ആ നല്ല കാലം വരുന്നു എന്നാണ് ഓരോ പെന്തക്കോസ്തായും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.